ലെൻസുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ലെൻസസ്. ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കാനായിട്ട് ഏറ്റവും നല്ല പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ലെൻസസ്. ഒരു ഗ്ലാസ് ബ്ലോക്കിലേക്ക് നിങ്ങളൊരു ലൈറ്റ് റേനെ കടത്തി വിട്ടാൽ അതിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ആ ലൈറ്റ് റേൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇത് തന്നെയാണ് ലെൻസിലും നടക്കുന്നത്. ലെൻസിലൂടെ ലൈറ്റ് റേ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഡയറക്ഷന് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് തരത്തിലെ ലെൻസാണുള്ളത്. ആദ്യത്തേത് കോൺവെക്സ് ലെൻസ്, രണ്ടാമത്തേത് കോൺകേവ് ലെൻസ്. ഞാൻ കോൺവെക്സ് ലെൻസ് എന്ന് വരയ്ക്കാം. ഈ നടുവശം ബൾജ് ചെയ്തിരിക്കുന്ന ഈ ലെൻസിനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുക. ഇനി നടുക്കുവശം അകത്തേക്ക് കർവ് ചെയ്തിരിക്കുന്ന ഈ ലെൻസിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുക. മിററിനെ വെച്ച് നോക്കുമ്പോൾ ലെൻസിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, മിററിൻ്റെ ഒരു സൈഡ് കവേർഡ് ആയിരുന്നു, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെൻസിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആണ്. അതുകൊണ്ട് ഇതിലേക്കൊരു ലൈറ്റ് റേ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേൻ്റെ കൂടുതൽ ഭാഗവും റിഫ്രാക്റ്റ് ചെയ്ത് പോകും. നമുക്ക് ഇനി കോൺവെക്സ് ലെൻസിൻ്റെ പോയിൻറ്റ്സും ജോമെട്രിയും നോക്കാം. ഞാനൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ കോൺവെക്സ് ലെൻസ്. ഇതിന് രണ്ട് കർവുകളാണുള്ളത്. അപ്പോൾ ആദ്യത്തെ കർവ് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്, നമുക്കൊരു സർക്കിൾ കിട്ടി. ഈ രണ്ടാമത്തെ കർവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്, നമുക്ക് മറ്റൊരു സർക്കിൾ കിട്ടി. മിററിൻ്റെ കേസിൽ ഒരു സർക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ രണ്ട് സർക്കിൾസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ രണ്ട് സർക്കിൾ ഉള്ളതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഞാൻ C1 എന്ന് വിളിക്കുകയാണ്. റൈറ്റ് സൈഡിലെ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഞാൻ C2 എന്ന് വിളിക്കുകയാണ്. C എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും. രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, C1, C2. ഇനി C1നെയും C2നെയും ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുക. ഈ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു വന്ന ലെൻസിൻ്റെ സെൻറ്ററിലെ പോയിൻറ്റിനെ നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് വിളിക്കുക. മിററിൻ്റെ കേസിൽ അത് പോളായിരുന്നു, ലെൻസ് ആയപ്പോൾ ഒപ്റ്റിക് സെൻറ്റർ. ഇപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും മിഡ് പോയിൻറ്റിനെ നമ്മൾ ഫോക്കസ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ രണ്ട് ഫോക്കസ് ഉണ്ടാവും, കാരണം രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് F1 എന്ന് വിളിക്കാം, ഇതിനെ നമ്മൾ F2 എന്ന് വിളിക്കാം. F എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. ലെൻസിൻ്റെ കേസിൽ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ 2F1 എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇതിൽ C1 എന്നായിരിക്കില്ല ഉണ്ടാവുക, 2F1 എന്നായിരിക്കും ഉണ്ടാവുക. സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം ഫോക്കൽ ലെങ്തിൻ്റെ 2 ടൈംസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ 2F1 എന്ന് വിളിക്കുക. ഇപ്പോൾ ഒപ്റ്റിക് സെൻറ്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരത്തിനെ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്നാണ് വിളിക്കുക, F. ഇനി ഒപ്റ്റിക് സെൻറ്റർ മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തിന് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് വിളിക്കുക, R. ഇനി ഇതേ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് കോൺകേവ് ലെൻസിൽ മാർക്ക് ചെയ്യാം. ഞാനൊരു കോൺകേവ് ലെൻസ് വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ കോൺകേവ് ലെൻസ്. ഇതിന് രണ്ട് കർവുകളുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സർക്കിൾസ് വരയ്ക്കുകയാണ്. ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഞാൻ C1 എന്ന് വിളിക്കുകയാണ്. രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഞാൻ C2 എന്ന് വിളിക്കുകയാണ്. ഇനി അവരെ കണക്ട് ചെയ്ത് ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ലെൻസിൻ്റെ മിഡ് പോയിൻറ്റിനെ നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് വിളിക്കുക. ഇനി ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും മിഡ് പോയിൻറ്റിനെ നമ്മൾ ഫോക്കസ് എന്നാണ് വിളിക്കുക. രണ്ട് ഫോക്കൽ പോയിൻറ്റുകൾ ഉണ്ടാവും, F1, F2. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിനെ നമ്മൾ 2F1 എന്നും വിളിക്കും. ഒപ്റ്റിക് സെൻറ്റർ മുതൽ ഫോക്കൽ പോയിൻറ്റ് വരെയുള്ള ഈ ഒരു ദൂരത്തിന് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്നാണ് വിളിക്കുക. ഇനി ഒപ്റ്റിക് സെൻറ്റർ മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തിന് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോയിൻറ്റ്സ്. രണ്ട് ലെൻസുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് കോൺവെക്സ് ലെൻസാണ്, രണ്ടാമത്തേത് കോൺകേവ് ലെൻസാണ്. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് ഒപ്റ്റിക് സെൻറ്റർ, ഫസ്റ്റ് ഫോക്കൽ പോയിൻറ്റ്. ഇത് 2F1 അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇത് F2, ഇത് 2F2. കോൺകേവ് ലെൻസിന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് ഒപ്റ്റിക് സെൻറ്റർ,
ഇത് F1, ഇത് 2F1, ഇത് F2, ഇത് 2F2. ഞാൻ പാരലായിട്ട് വരുന്ന 2 ലൈറ്റ് റേസ് വരയ്ക്കുകയാണ്. ഇപ്പോൾ കോൺവെക്സ് ലെൻസിലേക്ക് നല്ല ദൂരെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് 2 റേസ് വരികയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഈ ലൈറ്റ് റേസ് ഫോക്കസിൽ കൂടെ, ഫോക്കൽ പോയിന്റിൽ കൂടെ കടന്നു പോകും. കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ 2 ലൈറ്റ് റേസ് അതിൻ്റെ ഫോക്കൽ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് കോൺവെക്സ് ലെൻസിനെ നമ്മൾ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കും. ഇനി കോൺകേവിൻ്റെ കേസിൽ 2 ലൈറ്റ് റേസ് വരയ്ക്കാം. ഇൻഫിനിറ്റിയിൽ നിന്ന് 2 ലൈറ്റ് റേസ് വരുന്നുണ്ട്. കോൺകേവ് ലെൻസിൻ്റെ കേസിൽ ഈ ലൈറ്റ് റേസ് ഫോക്കസിൽ നിന്ന് ദൂരേക്കാണ് പോവുക, ഡൈവേർജ് ചെയ്താണ് പോവുക. അപ്പോൾ ഈ ലൈറ്റ് റേസ് ഈ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും, പക്ഷേ ഇത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ദൂരേക്കാണ് പോവുക. ലൈറ്റ് റേസിനെ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യിക്കുന്നത് കൊണ്ട് കോൺകേവ് ലെൻസിനെ നമ്മൾ ഡൈവേർജിങ് ലെൻസ് എന്നാണ് വിളിക്കുക. കോൺവെക്സ് ലെൻസിൻ്റെ മറ്റൊരു പേരാണ് കൺവേർജിങ് ലെൻസ്. കോൺകേവ് ലെൻസിൻ്റെ മറ്റൊരു പേരാണ് ഡൈവേർജിങ് ലെൻസ്. ഇതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.